നമസ്കാരം, ഇലക്ട്രോണിക് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണേ. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിലൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു സ്ക്രാപ്പ് എടുക്കാനായിട്ട്. പഴയ പാത്രം, പ്ലാസ്റ്റിക്, പേപ്പറൊക്കെ എടുക്കാനായിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ എൻ്റെ ഇരുന്ന് കുറച്ച് സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പം ചുമ്മാ ഞാൻ പുള്ളിയുടെ സൈക്കിൾ ട്രോളിയിൽ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറേ കമ്പ്യൂട്ടർ വേസ്റ്റ് ഉണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്ന ജങ്കുകൾ, അതായത് മോണിറ്റർ, കീബോർഡ്, മൗസ്, കുറേ സ്ക്രാപ്പ് കേബിളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുള്ളിയോട് സംസാരിച്ച് ഞാൻ ചുമ്മാ പുള്ളിയോട് ചോദിച്ചു, ചേട്ടാ ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെന്ന് ചോദിച്ചു. പുള്ളി ഹാപ്പി ആയിട്ട് തന്നെ സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ പുള്ളിയുടെ ബാഗ് തപ്പിയപ്പോൾ നല്ലൊരു ശതമാനം ജങ്ക് തന്നെയാണ്. കൂടുതലും കമ്പ്യൂട്ടർ വേസ്റ്റുകളാണ്. അതായത് ഈ നമ്മുടെ മോണിറ്ററിൻ്റെ കേബിളുകൾ, VGA കേബിൾ, അങ്ങനത്തെ കുറേ ജങ്ക് ഐറ്റംസാണ്. പക്ഷേ കൂട്ടത്തിൽ ഈ 3 ഐറ്റംസ് എനിക്ക് കിട്ടി. ഈ 3 ഐറ്റംസിന് നമ്മുടെ ഞാൻ ചേട്ടനോട് ചോദിച്ചേട്ടാ ഈ 3 ഐറ്റംസ് ഞാൻ എടുത്തോട്ടെ, എന്തെങ്കിലും ചെറിയ പൈസയ്ക്ക് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു വില പറഞ്ഞു. വളരെ റീസണബിൾ ആയിട്ടുള്ള റേറ്റേ പുള്ളി പറഞ്ഞുള്ളൂ, വളരെ തുച്ഛമായ റേറ്റേ പറഞ്ഞുള്ളൂ. ഞാനത് കൊടുത്തു, സാധനം 3 വാങ്ങി. ഈ ഐറ്റംസ് എനിക്ക് ഫ്രീ കിട്ടി. അതായത് ഈ 3 ഐറ്റംസാണ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയത്. ഈ 3 ഐറ്റംസ് പുള്ളി എന്നോട് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു, പൈസ ഒന്നും തരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇത്ര ഐറ്റംസ് മൊത്തത്തിൽ എനിക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയതാണ്. ആ കൂടുതലകത്ത് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. കുറച്ച് ബേസിക്കലി എന്താ പറയുക, കുറേ എമർജൻസി ലൈറ്റുകൾ, പഴയ കുറേ ഈ ടേബിൾ ലാമ്പ്, ഡെസ്ക് ലാമ്പ് ടൈപ്പ്, ഈ റീചാർജബിൾ ബാറ്ററിയുടെ, അങ്ങനെ കുറേ നല്ലൊരു ശതമാനം സ്ക്രാപ്പ് തന്നെയായിരുന്നു. പക്ഷേ ഈ 3 ഐറ്റംസ് കണ്ടപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നി എടുത്തു. ബാക്കിയൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് തന്നെയാണ്, പ്രോപ്പർ ജങ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇൻഡിവിജ്വലി ഒന്ന് കാണിച്ചു തരാം ഐറ്റംസൊക്കെ ഞാൻ എടുത്തത്. ഫസ്റ്റ് ഞാൻ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കേബിളാണ്. കാണുമ്പോൾ തന്നെ ഇത്തിരി പഴയ ഒരു കേബിളാണ്. നമ്മുടെ ഫിഗർ 8 കണക്ടറാണ്. ഇത് പൊട്ടിച്ചിട്ട് പോലുമില്ല, ന്യൂ ഇൻ ബോക്സ് എന്ന് പറയാം, ന്യൂ ഓൾഡ് സ്റ്റോക്ക് എന്ന് പറയാം. ഇതുണ്ട്, 2 സൈഡും സീൽഡാണ്. ഇപ്പോഴും പഴയൊരു പാക്കേജാണ്. ഇതാ, ഏത് ഡേറ്റ് ഒന്നുമില്ല, എന്നാലും കാണുമ്പോൾ തന്നെ അറിയാം വളരെ പഴയൊരു പാക്കറ്റാണ്. ഫിഗർ 8 കണക്ടർ, ഈ ടൈപ്പ് കണ്ടോ, ഈ ടൈപ്പ് ഒരു കണക്ടറാണ് സംഭവം. ഇതൊരെണ്ണം പൊട്ടിച്ചിട്ട് പോലാത്തൊരു പാക്കറ്റ് ഒരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ഇതൊരു ചോക്ക്, ട്യൂബ് ലൈറ്റിൻ്റെ ചോക്കില്ലേ, ഇതും ഇപ്പോൾ അധികം ആരും യൂസ് ചെയ്യുന്നില്ലാണ്, ഇപ്പോൾ എല്ലാം LED ആണല്ലോ. അപ്പോൾ ഈ ചോക്കിൻ്റെ ബോർഡ് ഇതെനിക്ക് ഫ്രീ കിട്ടിയാണ്. കാരണം ഇത് അടിച്ചു പോയതാണ്, ഞാൻ കണ്ടായിരുന്നു. ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ, ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ പോയതാണ്. ഇതാ, പക്ഷെ എന്നാലും ബാക്കി കമ്പോണൻസൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആവാം, അതുകൊണ്ട് ചുമ്മാ എടുത്തതാണ്. അപ്പം ഇത് രണ്ടാമത്തെ ഐറ്റം. പിന്നൊരു ബ്ലൂടൂത്ത് സ്പീക്കർ. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഈ ടൈപ്പ് സ്പീക്കറിൻ്റെ മോഡിഫിക്കേഷനും ഇതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരെണ്ണം ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ടൈപ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഈ പറയുന്ന പോലെ ഇതിൻ്റെ മോഡിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഐറ്റമാണിത്. ഇതിനെങ്ങാണ്ട് 150 രൂപ എങ്ങാണ്ടായിരുന്നു അന്ന് ഞാൻ കൊടുത്തത്. 100-150 രൂപയ്ക്കാണ് അന്ന് ഞാൻ വാങ്ങിയത്. ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, വളരെ മോശം കണ്ടീഷനാണ്. ഇവിടെ ഒരു വയറൊക്കെ ഉണ്ടല്ലോ, ഇതിപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ആരോ 2 വയറൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ അത് ഇതൊരു USB പ്ലെയർ, നമ്മുടെ USB മ്യൂസിക് പ്ലെയർ. ഇതാ, വോളിയമുണ്ട്, ബാസ് ട്രബിളുണ്ട്, നമ്മുടെ ബ്ലൂടൂത്ത് ഇല്ല, USB ബോർഡാണ് സംഭവം. IC ഒക്കെ, ആമ്പൊക്കെ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. ഇതെന്തായാലും ആക്രി, ഇതിൻ്റെ ട്രാൻസ്ഫോമറൊക്കെ മിസ്സിംഗ് ആണ്. ഇത് DC മാത്രമാണെന്ന് തോന്നുന്നില്ല. AC കോഡൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ട്രാൻസ്ഫോമർ AC കോഡൊക്കെ മിസ്സിംഗ് ആണ്. എനിവേ ഇത് വർക്കിംഗ് ആണോ, ഇതിനകത്ത് എന്തൊക്കെ വർക്കിംഗ് ആണ്, ആമ്പെങ്കിലൊക്കെ കിട്ടുമോ എന്നൊക്കെ നമുക്ക് വഴിയെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് നോക്കാം. എനിവേ ഇതാണ് മറ്റൊരു സാധനം ഞാൻ എടുത്തത്. ഇതൊക്കെ ഫ്രീ കിട്ടിയ ഐറ്റംസ്. ഇനി കാശ് കൊടുത്ത് വാങ്ങിച്ച ഐറ്റംസിലേക്ക് കിടക്കാം. ഇതൊരു മറ്റേ മന്ത്രം ചൊല്ലണ ഒരു ബോക്സ് ഇല്ലേ, മന്ത്ര ചാൻറ്റിങ് ബോക്സ്, 36:1 AB എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം. നമുക്കിങ്ങനെ AC കുത്തിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓരോരോ മന്ത്രങ്ങളിങ്ങനെ മാറി മാറി ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് ഈ സംഭവം. ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊക്കെ സ്ക്രാപ്പിൽ വന്നതാണെന്നുള്ള ഒരു മുഴുവൻ പൊടിയും ഇതൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു സാംകോണിൻ്റെ റേഡിയോ ഉണ്ട്, FM റേഡിയോ. ഇത് അത്യാവശ്യം മോശമില്ലാത്തൊരു കണ്ടീഷനാണിത് നിലവിൽ കാണുമ്പം. ഇപ്പം മേ ബി ഇത് ഉപേക്ഷിച്ചതിൻ്റെ കാര്യം, അങ്ങനെ വർക്കിംഗ് ആണെങ്കിൽ അങ്ങനെ ആരും ഉപേക്ഷിക്കില്ലല്ലോ ഒരു സാധനം. അത്യാവശ്യം മോശമില്ലാത്തൊരു കണ്ടീഷനാണ് ഈ ഐറ്റം. ആ പുള്ളി പറഞ്ഞ വിലയ്ക്ക് എന്തായാലും ഒരു മോശമില്ലാത്തൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇത് പോയത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ തുറന്ന് നോക്കാം, പിന്നീട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ വീഡിയോ ചെയ്യാം. ഒപ്പം തന്നെ സാംകോണിൻ്റെ പോലെ തന്നെ ഡെൽട്രോണിൻ്റെ ഒരു ബോക്സ് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഡെൽട്രോണിൻ്റെ ഇതും FM റേഡിയോ തന്നെയാണ്. എന്താണ് ഇതിൻ്റെ റീസൺ, എന്തോ കുലുങ്ങുന്നൊക്കെ ഉണ്ട്, എന്തൊക്കെയോ അനങ്ങുന്നൊക്കെ ഉണ്ട്. എനിവേ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തുറന്ന് നോക്കാം പിന്നീട്. എന്തൊക്കെ ഓപ്ഷൻസ് വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. DC ഉണ്ട്, ഇതിന് DC ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫോക്കസ്
യെസ്, ഇത് DC ഉണ്ട്, ഇത് DC ഇല്ല. എനിവേ ഇത്ര ഐറ്റംസാണ് ഞാൻ സ്ക്രാപ്പിന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് തുറന്ന് ഇത് വർക്കിംഗ് ഒക്കെ ആക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയേ കാണാം. അപ്പം എനിക്ക് ഇതൊക്കെ അത്യാവശ്യം എനിക്കൊരു ഹോപ്പുണ്ട്. കാരണം ട്രാൻസ്ഫോമർ അടിച്ചു പോയതൊക്കെ ഉള്ളെങ്കിൽ അതുകൊണ്ടാവാം ഇത്. അതുകൊണ്ട് വർക്ക് ചെയ്യാത്തതാണെങ്കിൽ നമുക്കത് ഫിക്സ് ചെയ്യാൻ ഈസിയാണ്. അല്ല മറ്റെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്കറിയില്ല. ഇനി എന്തായാലും ഈ ഐറ്റംസ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് എടുത്തൊരു ചെറിയ വീഡിയോ ആണിത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ പ്രതീക്ഷിക്കാം. ഓരോ ഐറ്റവും ഇൻഡിവിജ്വലി നമ്മൾ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോൾട്ട് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.